ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും ചൂടും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഒരു ചൂട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ പ്ലാന്റ്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡെയിലി നനച്ചു കൊടുത്തിട്ടും അവർക്കൊന്നും ഒരു ഉഷാറില്ല. പ്രത്യേകിച്ച് ഹെലിക്കോണിയയ്ക്കും കലാത്തിയയ്ക്കും. എത്ര നനച്ചു കൊടുത്താലും ഹെലിക്കോണിയയ്ക്കും കലാത്തിയയ്ക്കും എവിടെയെങ്കിലുമൊക്കെ ചില പ്ലാന്റ്സ് കരിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. കലാത്തിയെ ഞാനിപ്പോ ശ്രദ്ധിച്ചിട്ടും പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടും ഏകദേശം ഒരു മാസമായേ. അതിൻ്റെതായ ഒരു കുറവ് അവരിൽ കാണാനും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് ഇലകൾ കരിഞ്ഞു നിൽക്കുന്നുണ്ട്. ചില ഇലകൾക്കൊക്കെ മഞ്ഞപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ കുറെ പൂക്കളും ഉണ്ട് കേട്ടോ ഇത്തവണ വെട്ടിക്കളയാനായിട്ട്. ഞാനിപ്പോ കൈയോടെ ഓരോ കരിഞ്ഞ ഇലകളും അങ്ങ് വെട്ടിമാറ്റി മഞ്ഞ ഇലകളും വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ചൂട് കൂടുന്നത് കൊണ്ടായിരിക്കാം ഇലകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മഞ്ഞക്കുന്നത്. മിലോ ഇങ്ങനെ പുറകെ നടക്കും കേട്ടോ. ഞാൻ എവിടെ ഉണ്ടോ അവിടെ മിലോയും ഉണ്ട്. മിക്കപ്പോഴും കാണും എന്റെ കൂടെ ഇങ്ങനെ. ഞാൻ അവനെ കൊഞ്ചിക്കുന്നൊന്നും ചാർലിക്ക് അങ്ങ് പിടിക്കുന്നില്ല. അവൻ അവിടെ നിന്ന് കൊരച്ച് കരയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മിലോനെ അങ്ങ് ഇറക്കി അങ്ങ് വിട്ടേ. കലാത്തിയുടെ പൂക്കളെ വെറുതെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ടപ്പം എനിക്ക് 2-3 കലാത്തിയന്റെ തൈകൾ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാനത് കളയുന്നൊന്നുമില്ല. അതിൽ നിന്ന് കുറച്ച് പൂക്കൾ എടുത്ത് നടാന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് കലാത്തിയന്റെ വിത്ത് നട്ട് ശീലമില്ലാത്തത് കൊണ്ടും ഇതിന്റെ വിത്ത് ഇതിനു മുമ്പ് കാണാത്തത് കൊണ്ടും എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇതാണോ അതിന്റെ വിത്തെന്ന്. ഞാൻ ജസ്റ്റ് ആ പൂവ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് കിട്ടിയതാണ്. എന്തായാലും ഒന്ന് നട്ടു നോക്കാല്ലേ. ഇലകളെല്ലാം ഞാൻ നേരെ കൊണ്ടുപോയി ചാർലിയുടെ കൂടിന്റെ അടുത്തുള്ള തെങ്ങിന്റെ ചോട്ടിലേക്ക് അങ്ങ് ഇട്ടേ. എന്നിട്ട് കൈയോടെ പൂക്കൾ 2-3 എടുത്ത് അങ്ങ് നടാന്ന് വിചാരിച്ചു. വിത്തൊന്നും മാറ്റുന്നൊന്നുമില്ല, പൂവേപ്പാടി അങ്ങ് നട്ടുവെച്ചേ. ഇനി നനച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോ കിളുത്തു വരുമെന്ന് നോക്കാം. ഇതേ എന്റെ ഒരു കുഞ്ഞു പരീക്ഷണമാണ്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ കലാത്തിയന്റെ തൈ ഞാൻ ഇനി അവിടെയും ഇവിടെയും ഒക്കെ നട്ടുവെക്കും. നല്ലൊരു കവറേജ് നൽകുന്ന പ്ലാന്റ് ആണ് കലാത്തിയ. അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ബ്രൂൺ ചെയ്ത് വിട്ടപ്പോഴത്തേക്കും കലാത്തിയ കാണാൻ നല്ല വൃത്തിയും മെനയായില്ലേ. എന്ത് രസമാണല്ലേ കാണാൻ. എന്റെ മടി കാരണം അങ്ങ് നീട്ടി വെച്ചതാണ് നാളെ എന്ന് പറഞ്ഞ്. പണ്ട് മഴയൊക്കെ ഉള്ള സമയത്തെ വീഡിയോസ് ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തു നോക്കാറുണ്ട്. നമ്മുടെ കലാത്തിയെ കാണാൻ എന്ത് ഭംഗിയായിരുന്നല്ലേ. അല്ലേലും മഴവെള്ളത്തിൽ ആ ഇലയൊക്കെ നനഞ്ഞ് നല്ല പച്ചപ്പോട് നിൽക്കുന്ന കലാത്തിയെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ. ഇവിടെ നമ്മുടെ മാവ് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. കാറ്റ് വീശുമ്പോൾ മാമ്പൂവെല്ലാം ഇലകളുടെ മുകളിലേക്ക് അങ്ങ് വന്നിരിക്കും. അതുകൊണ്ട് ഞാൻ കൈയോടെ വെള്ളം ഒഴിച്ച് ഇലകളൊക്കെ അങ്ങ് കഴുകി കൊടുത്തേ. അങ്ങനെ പ്രൂണിങ്ങും ഒരു ചെറിയ നനച്ചുകുളിയും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്ത് ഭംഗിയല്ലേ നമ്മുടെ കലാത്തിയെ കാണാനായിട്ട്.